പുതിയ എയർ ഫ്രയർ വാങ്ങിച്ചിട്ട് പനി ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇന്നൊന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം. കെവിനാണെങ്കിൽ ഇത് കണ്ടപ്പോൾ തൊട്ട് ഇരിക്കപ്പുറത്തും ഇല്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, എന്നാൽ ചിക്കൻ തന്തൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാലകളൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പെരുംജീരകം അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുവാണ്. അതിനകത്തേക്ക് കുറച്ച് ഓയിലും കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുവാണ്. ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്തു. അരച്ചെടുത്ത മസാല ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എയർ ഫ്രയറിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു തുള്ളി പോലും എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് കാര്യമായിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ. ഇനി വേണം പരീക്ഷണങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പനിയൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്കും കെവിനൊക്കെ ചിക്കൻ കറി വെച്ച് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് അടിപൊളി അല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ എയർ ഫ്രയർ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ജിമ്മിൽ പോകുന്നൊക്കെ ഉണ്ടല്ലോ, അപ്പം എണ്ണയുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കാന്ന് വിചാരിച്ചു. ഞാനിവിടെ 185 ഡിഗ്രിയിൽ 50 മിനിറ്റ്സ് ആട്ടോ ഒരു സൈഡ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എയർ ഫ്രയറിൽ കുക്കാവുന്നത് നമുക്ക് വെളിയിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത സമയം കഴിയുമ്പോൾ എയർ ഫ്രയർ തന്നെ ഓഫ് ആവും. ഞാനിവിടെ 15 മിനിറ്റ് ആയിരുന്നു സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് തിരിച്ച് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ചിക്കൻ ഇവിടെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കൻ. ഒരു തുള്ളി പോലെ എണ്ണ ഉപയോഗിക്കാണ്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇല്ലെങ്കിൽ എന്തോരം എണ്ണയോ ഒരു ചിക്കൻ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ചിക്കന് വേണ്ടി ഉണ്ടാക്കി കുറച്ച് മസാല ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ അതുപോലെ തന്നെ മസാല തേച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എയർ ഫ്രയറിൽ എണ്ണ ഉപയോഗിക്കാതെ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് ടേസ്റ്റിൽ കുറവൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്.